ഫോട്ടോഷോപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ടോ, ഇങ്ങനെ ഉണ്ടായിരുന്ന ഇമേജ് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഇതിലേക്ക് കാറിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ട് ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇത് JPEG ആണ്, PNG ഇമേജ് അല്ല. Ctrl+T പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ഒബ്ജക്റ്റ് കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ സംഭവം ഓണായിട്ടുണ്ട്. ഇനി ഇതിൽ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഒരു 3D ഇമേജ് പോലെ അത് റൊട്ടേറ്റ് ആവുന്നത് കാണാം. പിന്നെ ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യാം, നമുക്ക് ടിൽറ്റ് ചെയ്യാനും പറ്റും. 360 റൊട്ടേഷൻ ഉണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ്ലി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇനി ഈ ഫോട്ടോ എടുത്തിട്ടുള്ള ക്യാമറയുടെ ലെൻസ് ടെലി അല്ലെങ്കിൽ വൈഡ് ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നമ്മുടെ ഇമേജ് ഏത് ക്വാളിറ്റിയിലാണോ ആ സെയിം ക്രിസ്പ് ആൻഡ് ക്വാളിറ്റി നമുക്ക് കിട്ടും. ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒബ്ജക്റ്റിൻ്റെ ആംഗിൾ എന്ത് ചെയ്യും, ഫിക്സ് ആവും. പിന്നീട് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ ഇമേജും പുതിയ ഇമേജും നമുക്ക് നോക്കാം. ഇങ്ങനെ ഉണ്ടായിരുന്നത് അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് മാത്രമല്ല, നമ്മുടെ അതിൻ്റെ ക്യാമറ ആംഗിൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണുന്ന ആ ഇമേജ് പോലും വളരെ വൃത്തിക്ക് അത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഹാർമണൈസ് എന്നുള്ള ഓപ്ഷൻ കൂടി യൂസ് ചെയ്യാം. ഇതൊരു രക്ഷയില്ലാത്ത രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കി, നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇമേജ് കൊണ്ടുവന്ന് വെച്ചതാന്നേ മനസ്സിലാവില്ല. അത്രയ്ക്ക് ഉഷാറായിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. കാറിൻ്റെ ഇമേജ് നമ്മൾ റൊട്ടേറ്റും ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ ലെൻസിൻ്റെ ആംഗിളും മാറ്റി കൊടുത്തു. വൈഡ് ആംഗിൾ ലെൻസാക്കി മാറ്റിയിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചാന്നേ മനസ്സിലാവില്ല, അത്രത്തോളം ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെയ്ത മറ്റൊരു ഇമേജ് കൂടി കാണിച്ചു തരാം. ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വേർഷനിൽ മാത്രമാണ് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.